അസ്സലാമു അലൈക്കും. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ക്രിസ്മസ് പരീക്ഷ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയ്ക്ക് വേണ്ടപ്പെട്ട ടിപ്സുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും മുകളിൽ കണ്ടില്ലേ അൽ ഇസ്മി എന്നുള്ള ഭാഗം, അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ അസ് സൊഫു അൽ ഫസ്ലു എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലാസും ഡിവിഷനും എഴുതുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മുഴുവൻ മാർക്കും ക്രിസ്മസ് പരീക്ഷയിൽ നേടാൻ സാധിക്കുന്നതാണ്. 1ാമത്തെ ചോദ്യം നോക്കൂ. ഉക്തുബുൽ അസ്മാ, അതായത് പേരുകൾ എഴുതണം. ബ്രാക്കറ്റിൽ കണ്ടോ, ഒരു കള്ളിയിൽ നിങ്ങൾ കണ്ടില്ലേ, മഹാത്മാ ഗാന്ധി, ജവഹർലാൽ നെഹ്റു, ജുന്തി എന്ന് പറഞ്ഞ പട്ടാളം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ ആരുടേതാണ്? 1ാമത്തെ ഫോട്ടോ ജവഹർലാൽ നെഹ്റു അല്ലേ. അപ്പോൾ അവിടെ ജവഹർലാൽ നെഹ്റു എന്ന് എഴുതണം. പിന്നെ ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടില്ലേ, അതിന് നേരെ താഴെ മഹാത്മാ ഗാന്ധി എന്ന് എഴുതണം. അതുപോലെ തന്നെ 3ാമത്തത് പട്ടാളമാണ്, അതിലേക്ക് ജുന്തി കേട്ടോ, മറക്കണ്ട. ഇതാണ് 1ാമത്തെ ഭാഗം. 2ാമത്തെ പാർട്ട് എന്താണ്? നുലവ്വിനു വനക്തുബു എന്നുള്ളതാണ്. നുലവ്വിനു വനക്തുബു, നമുക്ക് നിറം കൊടുക്കാം എന്നിട്ട് എഴുതാം എന്നുള്ളത്. ആ നിറത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പതാകയാണ് അലമുൽ ഹിന്ദ് എന്ന് പറയും അറബിയിൽ കേട്ടോ. ഇന്ത്യൻ പതാക, ഇന്ത്യൻ പതാകയുടെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും മുകളിലുള്ള നിറം സഅഫറാനി എന്നാണ് പറയുക. ഇന്ത്യൻ പതാകയുടെ ഏറ്റവും മുകളിലുള്ള നിറം ഉണ്ടല്ലോ, അതെനിക്ക് അറബിയിൽ സഅഫറാനി എന്ന് പറയും. നടുവിൽ അബിയൽ കേട്ടോ, അബിയൽ എന്ന് പറയും. ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ നിറത്തിലേക്ക് അഖ്ളർ എന്ന് പറയും. പിന്നെ അശോകചക്രം, അതിൻ്റെ നിറം അസ്റഖ് എന്നാണ് പറയുക. അതായത് സഅഫറാനി എന്ന് പറഞ്ഞാൽ കുങ്കുമവർണ്ണം കേട്ടോ, കുങ്കുമത്തിൻ്റെ നിറം. അതുപോലെ തന്നെ അബിയൽ എന്ന് പറഞ്ഞാൽ വെള്ള, അഖ്ളർ എന്ന് പറഞ്ഞാൽ പച്ച, അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല. ഓക്കെ, അപ്പോൾ ആ ഇന്ത്യൻ പതാകയുടെ ഏറ്റവും താഴെ കാണുന്ന ആ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് അലമുൽ ഹിന്ദ് എന്ന് എഴുതണം. പിന്നെ ഓരോ നിറത്തിൻ്റെയും ഭാഗത്ത് ഡാഷ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ സഅഫറാനി, അബിയൽ, അഖ്ളർ എന്നും എഴുതണം. എല്ലാത്തിൻ്റെയും ആൻസർ കീ അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ട് സ്ക്രീനിൽ. ഇനി ഇമ്പോർട്ടൻ്റായ ഭാഗമാണ് കേട്ടോ, ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. നക്തുബുൽ അദദ്, എണ്ണം എഴുതുക. എണ്ണം എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ 20 എന്ന് ആദ്യം കൊടുത്തിട്ടുണ്ട്. 20-ന് അറബിയിൽ എന്താ പറയുക? ഇഷ്റൂൻ എന്നാ പറയട്ടോ, ഇഷ്റൂൻ. അതുപോലെ അർബാത്തും വസലാസൂൻ എന്ന് പറഞ്ഞാൽ, അർബാ എന്ന് പറഞ്ഞാൽ 4ആണ്, സലാസൂൻ എന്ന് പറഞ്ഞാൽ 30ആണ്. അപ്പോൾ 34. ഓക്കെ, അതുപോലെ തന്നെ 19-ൻ്റെ നേരെ താഴെ എന്താ എഴുതേണ്ടത്? തിസ്അ അശറ കേട്ടോ, തിസ്അത അശറ എന്ന് പറയും. 11-ന് അഹദ അശറ എന്ന് പറയും. ഓക്കെ, അഹദ അശറ മറക്കണ്ട. അടുത്തത് പിന്നെ ഒരു മരത്തിൻ്റെ താഴെ കാക്കയുണ്ട്, ഒരു മരത്തിൻ്റെ മുകളിൽ കാക്കയുണ്ട്. അതുപോലെ ഒരു കാറിൻ്റെ മുന്നിൽ ഒരു നായുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് പുസ്തകത്തിൽ. ഏറ്റവും മുകളിൽ എന്നുള്ളത് എനിക്ക് ഫൗക്ക എന്ന് പറയും കേട്ടോ. ഒരു കാക്ക ഇങ്ങനെ മുകളിലൂടെ പറക്കുകയാണെങ്കിൽ, ഏറ്റവും മുകളിലൂടെ പറക്കുകയാണെങ്കിൽ ഫൗക്ക എന്ന് പറയും. താഴെയാകുമ്പോൾ തെഹത്ത എന്ന് പറയും. പിന്നെ മരത്തിന്മേലിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അല എന്ന് പറയും കേട്ടോ. അപ്പോൾ 1ാമത്തെ അൽ ഉറാബു തെഹത്ത ഷജറ എന്നാണ് വേണ്ടത്. 2ാമത്തത് അൽ ഉറാബു അല ഷജറ എന്ന് പറയും, കാരണം മരത്തിന്മേൽ നിൽക്കുകയാണല്ലോ. പിന്നെ 3ാമത്തത് അൽ കൽബു അമാമ സയ്യാറ. അമാം എന്ന് പറഞ്ഞാൽ മുന്നിൽ, വറാ എന്ന് പറഞ്ഞാൽ പിന്നിൽ. ഓക്കെ, മറക്കണ്ട. അടുത്ത ഭാഗം നമ്മുടെ പാഠപുസ്തകത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊരു ഭാഗമാണ്, കൂട്ടി എഴുതാനുള്ളത്. ഹർഫുകളെ യോജിപ്പിച്ച് ചേർത്ത് എഴുതാൻ വേണ്ടി ഉള്ളതായ ഒരു പരിശീലനമാണ്.
ലൗനുൻ, ഹലീബുൻ, ബുൽബുലുൻ, മൻസിലുൻ. ഇവ എന്ത് ചെയ്യണം? കൂട്ടി എഴുതണം. ഓക്കെ, നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാവുന്നതാണ് കേട്ടോ. പിന്നെ മൊബൈലിൽ ടൈപ്പ് ചെയ്തപ്പോൾ ഹർക്കത്ത് ഇല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഹർക്കത്ത് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഏതായാലും കൂട്ടി എഴുതുന്ന രൂപം ഞാൻ അയച്ചിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ഭാഗം നോക്കൂ. അതായത് മഹാത്മാഗാന്ധിയുടെ പിന്നെ വ്യക്തി വിവരങ്ങൾ കേട്ടോ, അവരുടെ പേര്, അതുപോലെ തന്നെ പിന്നെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ജന്മദിനം കേട്ടോ, അത് രേഖപ്പെടുത്താനുള്ളതാണ്. നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. ഞാൻ അതൊക്കെ ആൻസർക്ക് അവസാനം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇസ്മ എന്ന് പറഞ്ഞാൽ പേരാണ്. ഇസ്മുൽ വാലിദ് എന്ന് പറഞ്ഞാൽ പിന്നെ നെയിം ഓഫ് ഫാദർ കേട്ടോ, അച്ഛൻ്റെ പേര്. ഇസ്മുൽ വാലിദത്ത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേര്. പിന്നെ യൗമുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ. ഓക്കെ, ജന്മദിനം. അടുത്തത് പിന്നെ ഔലാഉൽ ജസദ് കേട്ടോ, അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ, അത് അവയവങ്ങളുടെ പേര് എഴുതാൻ. ചെവിക്ക് ഉദ്ന് എന്ന് പറയും, അതുപോലെ മൂക്കിന് അൻഫ് എന്ന് പറയും, കണ്ണിന് ഐനുൻ എന്ന് പറയും, കയ്യിന് യദുൻ എന്ന് പറയും, കാലിന് റിജുലുൻ എന്ന് പറയും. ഓക്കെ, പിന്നെ വായക്ക് ഫമ് എന്ന് പറയും, ചുണ്ടിന് ഷഫത്ത് എന്നൊക്കെ പറയും. നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ച ഭാഗമാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ നമുക്ക് ആൻസർ കീ കാണാം. നിങ്ങളെന്ത് ചെയ്യുക, ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ വായിച്ച് നോക്കുക, ഉത്തരം കണ്ടെത്തുക. വളരെ സിമ്പിളാണ്, എന്നാൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും മുഴുവനായിട്ട് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.